എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനമാണ് സങ്കീർത്തനങ്ങൾ 37:4 യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് തരും. നമ്മൾ സാധാരണയായിട്ടത് പകുതി മാത്രം പറയാറുണ്ടെങ്കിലും യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതായത് ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ ഡിലൈറ്റ് ഇൻ ഗോഡ്, അതായത് ദൈവത്തിൽ ആനന്ദിക്കുക, കർത്താവിൽ ആനന്ദിച്ചിരിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. കർത്താവിൽ ആനന്ദിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹങ്ങളെന്ന് പറയുന്നത് കർത്താവ് മാത്രമായിരിക്കും. അതായത് എല്ലാത്തിലും സംതൃപ്തിപ്പെടുവാനായിട്ട്, തൃപ്തി വരുത്തുവാനായിട്ട് ആ കർത്താവിലുള്ള ആനന്ദത്തിലായിരിക്കുമ്പോൾ നമുക്കത് ലഭിക്കുവാനിടയാവുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം ഫിലിപ്പിയർ 4:10-13 വരെ വായിക്കുമ്പോൾ കാണാം, എനിക്ക് വിശന്നിരിക്കുവാനും എനിക്ക് സംതൃപ്തിയിലിരിക്കുവാനും ബുദ്ധിമുട്ടിലിരിക്കുവാനും താഴ്ചയിലിരിക്കുവാനും എല്ലാം സാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലവും ചെയ്യുവാൻ എനിക്ക് സാധിക്കുമെന്ന്. അതെ, കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കത്തില്ല. കാരണം കർത്താവിൽ പൂർണ്ണ സംതൃപ്തിയോടെ ഇരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ്, ഇന്നീ പ്രഭാതത്തിൽ കർത്താവിൽ അങ്ങയിൽ ആനന്ദം കണ്ടെത്തുവാൻ, അങ്ങയിൽ ആശ്രയിച്ചിരിപ്പാൻ, അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും അഭേഡ് ചെയ്ത് വസിച്ചിരിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അങ്ങായി മാറുവാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി. ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിട്ട് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നതിനായിട്ട് നന്ദി. എല്ലാ മാനവും മഹത്വവും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.